നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കെ.സി. വേണുഗോപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കെ.പി.സി.സി സെക്രട്ടറി എൻ. രവി യോഗം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കെ.സി. വേണുഗോപാലിനെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ. നാസർ അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി സെക്രട്ടറി എൻ. രവി ഉദ്ഘാടനം നിർവഹിച്ചു. സമരം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും നമ്മുടെ ബഹുമാനായ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എല്ലാ അഭിമാനമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ എം.പിമാരെയും നേതാക്കന്മാരെയും അകാരണമായി അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിൽ നിർത്തിയ പ്രതിഷേധാർഹമായ സംഭവത്തിനെതിരായിട്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും ഇതുപോലുള്ള യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ചെറുപ്പക്കാരും ആവശ്യപ്പെടുന്നത് നീറ്റ് UG പരീക്ഷയ്ക്ക് നടന്ന ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, അതിലൂടെ ഇന്ത്യയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ സംഭവം പോലും നമ്മുടെ രാജ്യത്തുണ്ടായെങ്കിൽ അതിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ഇന്ന് രാജ്യവ്യാപകമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നും യുവാക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ നിലകൊള്ളുന്നു എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അതിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, CJP എന്ന ഒരു സംഘടന ഈ അടുത്ത സമയത്ത് രൂപം കൊണ്ട സംഘടനയാണ്. ആ സംഘടനയുടെ പേരിൽ 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ഡൽഹി ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത്. ആ സമരത്തെയൊക്കെ ചോരയിൽ മുക്കിക്കൊല്ലുവാനും ആ ചെറുപ്പക്കാരെയൊക്കെ മർദ്ദിച്ച് പുതുക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂടി ഈ സമരം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ വളരെ പ്രതിഷേധാർഹമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം അവരുടെ ഏക പ്രതീക്ഷയായിരുന്ന നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച അവരെ ആകെ നിരാശരാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെയും അതുപോലെ യുവജനങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അഴിമതിക്കാരായ ഈ പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ഒക്കെ ഉത്തരവാദികളായ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് കെ. പത്മകുമാർ, തണ്ടളത്ത് മുരളി, ജെസ്സി കോശി, ഷാജി കാവിൽ, ഷാനി കുരുമ്പോലിൽ, ശ്രീഹരി കൊട്ടിരേത്ത്, രാധാമണി രാജൻ, അജി ഗണേഷ്, അർച്ചന രഘുനാഥ്, വയലിൽ സന്തോഷ്, എസ്. നസീർ, ബിജു തറയിൽ, കോശി കെ. ഡാനിയൽ, ബിജു ആനടി തറയിൽ, ബദറുദ്ദീൻ, ആര്യ ബോബൻ, ഉജിത്, ആശാരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.